മാധു, ഞാൻ ഈ വീടുകളുടെ ഉൾഭാഗത്തേക്ക് പോകാം. അതായത് അന്ന് ഉദ്ഘാടനം നടക്കുന്ന സമയത്ത് ഈ ഭൂമിയുടെ പട്ടയം കൃത്യമായി ആളുകൾക്ക് നൽകിയിരുന്നു. പക്ഷേ ഈ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തി പൂർത്തിയായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇത് ഒന്നാമത്തെ ഫേസ് 1-ലുള്ള 1A 11 എന്ന വീട്ടു നമ്പറാണ്. ഇദ്ദേഹം ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരാണ്. അണ്ണയ്യനാണ്. നേരത്തെ അദ്ദേഹത്തെ പരിചയമുള്ള ആളാണ്. അണ്ണയ്യന് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായ ആളാണ്. അണ്ണയ്യൻ്റെ വീടാണല്ലത്? അതെ, എൻ്റെ വീടാണ്. A11 ഈ A1 തന്നെ ഈ മൊത്തം വീടും പണി തീർത്തിട്ടില്ല. A1 ഫസ്റ്റത്തെ വീട് തന്നെ പണി തീർത്തിട്ടില്ല. എൻ്റെ വീട്ടിലെ പണി എവിടം വരെ? എൻ്റെ പണി എന്ന് വെച്ചാൽ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ടോണി, എൻ്റെ വീടിൻ്റെ പണി എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിൻ്റെ പണി തീർന്നിട്ടില്ല, ബേസിങ്ങിൻ്റെ പണി തീർന്നിട്ടില്ല. മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ 70% പണി നടന്നിട്ടുള്ളൂ. 30% പണി ഇനി ബാക്കി കിടക്കാണ്. കോമ്പൗണ്ട് എല്ലാം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. ഇപ്പോൾ കോമ്പൗണ്ടിൻ്റെ വാളിൻ്റെ നിർമ്മാണം കോമ്പൗണ്ടിൻ്റെ വാളുവിൻ്റെ പണിയും പോലും പൂർത്തിയാകാതെ കിടക്കുകയാണ്. ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷേ ഇവിടെ ജോലിക്കാരില്ല. അവരെയൊക്കെ ഇലക്ഷന് പോവുക എന്ന് പറഞ്ഞിട്ട് ബീഹാറിലേക്ക് ബംഗാൾക്ക് പോയിട്ടുണ്ട്. പക്ഷെ ഒന്നും തിരിച്ചു വന്നിട്ടില്ല. ഇനി ഇതെപ്പം നടക്കുമെന്ന് ഞങ്ങൾക്ക് അറിയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ അന്ന് രാജ മിനിസ്റ്റർ പറഞ്ഞ് ഇവിടെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് ഞങ്ങൾ ഇത് തറയിടും, തറേൻ്റെ മുകളിൽ കല്ല് വെക്കും, കല്ലിൻ്റെ മുകളിൽ ഇഷ്ടിക വെക്കും എന്ന് പറഞ്ഞ്. പക്ഷേ ഇഷ്ടികൻ്റെ മുകളിൽ ഇപ്പോൾ ഞങ്ങൾ മണ്ണ് വാരിയിടേണ്ട സ്ഥിതിയിലേക്കാണ് പോകുന്നത്. ഈ A1 10-15 വീടും ഒരു പണിയും തീർന്നിട്ടില്ല, ഫസ്റ്റ് ഫേസിൽ തന്നെ. പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുക്കളയുടെ പണി, ഒപ്പം ബാത്റൂം ടോയ്ലറ്റിൻ്റെ ഒക്കെ പണി കഴിഞ്ഞു? ഇല്ല, ഒന്നും കഴിഞ്ഞിട്ടില്ല. എല്ലാം അങ്ങനെ കിടക്കുകയാണ്. മാധു, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ വീടുകളുടെ വയറിംഗ് നിർമ്മാണ പ്രവൃത്തി അടക്കം ഇനിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒപ്പം ബാത്റൂമിൻ്റെ ടോയ്ലറ്റിൻ്റെ പണി തീർന്നിട്ടില്ല. കോമ്പൗണ്ടിങ് വാളുകളുടെ പണി പൂർത്തിയാക്കാനുണ്ട്. മെയ് 5-ാം തീയതിക്കുള്ളിൽ, ഏപ്രിൽ 5-ാം തീയതിക്കുള്ളിൽ നിങ്ങൾക്ക് താമസം മാറാം, അല്ലെങ്കിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളവും വൈദ്യുതിയും ഒരുമിച്ചുള്ള വീടുകൾ എന്ന നിലയ്ക്ക് അതിനുവേണ്ടിയുള്ള പൊതു സംവിധാനങ്ങൾ ഒരുക്കുന്നതിനുള്ള താമസമാണ് എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. ഇതിപ്പോൾ ഓരോ വീടും എടുത്തു നോക്കുമ്പോൾ വയറിംഗ് പൂർത്തീകരിക്കാനുണ്ട്, പ്ലംബിംഗ് പൂർത്തീകരിക്കാനുണ്ട്, ടോയ്ലറ്റുകളുടെ പണി പൂർത്തീകരിക്കാനുണ്ട്, എന്തിന് തറ പോലും ചെയ്തെടുക്കേണ്ടുന്ന സാഹചര്യമുണ്ട്. ഒരു മാസത്തെയെങ്കിലും പണി, രാവും പകലുമൊക്കെ പണിയുന്നു എന്നായിരുന്നു ദീപക് ഒരു കാലത്ത് കേട്ടത്. അതായത് 2000-ലധികം ഊരാളുങ്ങളുടെ തൊഴിലാളികൾ രാവും പകലും പണിയെടുത്ത സ്ഥലമാണ് ഈ ടൗൺഷിപ്പ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഈ അണ്ണയ്യൻ്റെ വീടിന് മുൻഭാഗത്ത് ഇനി ഇവിടെ നിലത്ത് പൂട്ടുകട്ടകൾ പാകേണ്ടതുണ്ട്. ഒപ്പം കോമ്പൗണ്ട് വാൾ വേണം. കോമ്പൗണ്ട് വാളിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. അതിന് തൊട്ടടുത്ത് തന്നെയുള്ള ആ കറുത്ത നിറത്തിൽ ടാങ്ക് പോലെ കാണുന്നതാണ് സെപ്റ്റിക് ടാങ്കിലേക്ക് പോകുന്ന ഏകീകൃതമായിട്ടുള്ളൊരു സംവിധാനം. അതിൻ്റെ പണികളൊക്കെ ഇനിയും പൂർത്തീകരിക്കാനുണ്ട്.